UQ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പക്ഷിപ്പനിക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് വിദഗ്ധർ. പെരിന്തൽമണ്ണയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഗതാഗത പരിഷ്കരണം. എതിർപ്പുമായി നഗരസഭ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ലോഗോ ക്ഷണിച്ചു. ഞാൻ സീമ രവീന്ദ്രൻ. വാർത്തകൾ വിശദമായി. പക്ഷിപ്പനി പടരുന്ന സാഹചര്യത്തിൽ രോഗം പകരാതിരിക്കാൻ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് ഈ രംഗത്തെ വിദഗ്ധർ. രോഗം ബാധിച്ച പക്ഷികളുമായുള്ള സഹവാസത്തിലൂടെയാണ് രോഗം മനുഷ്യരിലേക്ക് പകരുന്നത്. ആലപ്പുഴയിലും പരിസര പ്രദേശങ്ങളിലും പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ രോഗത്തിനെതിരെ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് ആരോഗ്യരംഗത്തെ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. രോഗം ബാധിച്ച പക്ഷികളുമായുള്ള സഹവാസത്തിൽ നിന്നും പകരാവുന്ന ഏവിയൻ ഫ്ലൂ എന്ന പക്ഷിപ്പനിയാണ് ആലപ്പുഴയിലെ താറാവുകളിലും കോഴികളിലും കണ്ടെത്തിയിട്ടുള്ളത്. പ്രദേശത്ത് ആയിരക്കണക്കിന് താറാവുകളാണ് രോഗം ബാധിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ചത്തത്. രോഗബാധ മനുഷ്യരിലേക്ക് പകരാതിരിക്കാൻ കർശന മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നു. ഇത് H5 സ്ട്രെയിനാണ്, വൈറസിൻ്റെ H5 സ്ട്രെയിൻ വൈറസാണ് ഇതുള്ളത്. വളരെയധികം പകരാൻ സാധ്യതയുള്ള അസുഖമാണ്. എന്നാൽ ഇത് കൂടുതലും പക്ഷികളുമായി ബന്ധപ്പെട്ട്, അത് താറാവ് കോഴിയുമായി ബന്ധപ്പെട്ട് കഴിയുന്ന ആളുകളിലേക്കാണ് പകരാൻ സാധ്യത. കോഴിയിറച്ചി, താറാവിറച്ചി എന്നിവ കഴിക്കുമ്പോൾ നല്ലവണ്ണം വേവിച്ചതിന് ശേഷം മാത്രം കഴിക്കുക. വേവിക്കാത്തത്, ഹാഫ് ബോയിൽഡ് മുട്ടകൾ, ബുൾസൈ ഇത് ഒഴിവാക്കുന്നതാണ് ഇത്തരം ഒരു അവസരത്തിൽ നല്ലത്. ഇതിനുവേണ്ട ചികിത്സാ രീതിയും ഇന്ന് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പക്ഷികളുമായി കോഴിയുമായി ഇടപഴകുന്ന ആളുകൾ പ്രത്യേകിച്ച് അതിന് മുമ്പ് തന്നെ ഇത് വരാതിരിക്കാനുള്ള ഗുളികയുണ്ട്, അത് അവർ കഴിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം മനുഷ്യരിൽ നിന്ന് മനുഷ്യനിലേക്ക് ഇത് പകരാൻ സാധ്യതയില്ല. രോഗം വ്യാപകമായ സാഹചര്യത്തിൽ താറാവ്, കോഴി എന്നിവയുടെ മാംസം, മുട്ട എന്നിവ ഉപേക്ഷിക്കുന്നതാണ് ഉത്തമം. രോഗം ബാധിച്ച പക്ഷിയുടെ മാംസവും മുട്ടയും പാതി വേവോടെ ഭക്ഷിക്കുന്നത് രോഗം പകരാൻ ഇടയാക്കും. ദേശാടന പക്ഷികൾ വഴി രോഗം മറ്റു സ്ഥലങ്ങളിലേക്കും പടരാൻ സാധ്യതയുള്ളതിനാൽ ഇവ കൂട്ടമായി എത്തുന്ന പ്രദേശങ്ങളിൽ ജാഗ്രത പുലർത്തണമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയതായി പെരിന്തൽമണ്ണ ബ്രാഞ്ച് സെക്രട്ടറി ഡോക്ടർ അബീർ അറിയിച്ചു. പെരിന്തൽമണ്ണ നഗരത്തിൽ പുതിയ ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കാൻ സബ് കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. അതേസമയം ഗതാഗത പരിഷ്കാരത്തിൽ പങ്കില്ലെന്ന വാദവുമായി നഗരസഭയും രംഗത്തെത്തി. കോഴിക്കോട് റോഡിൽ നിന്നും വരുന്ന ബസ്സുകളെ നേരിട്ട് ടൗണിൽ പ്രവേശിക്കാൻ അനുവദിക്കുന്നതാണ് പുതിയ ഗതാഗത പരിഷ്കരണം. ബസ് ഉടമ സംഘവും പെരിന്തൽമണ്ണ സബ് കളക്ടറും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഗതാഗത പരിഷ്കാരം കൊണ്ടുവരാൻ തീരുമാനമായത്. ബൈപ്പാസ് റോഡ് ചുറ്റി ട്രാഫിക്കിലെത്തുന്നത് സമയനഷ്ടവും ഇന്ധനനഷ്ടവും ഉണ്ടാക്കാൻ ഇടയാക്കുന്നുവെന്ന ബസ് ഉടമ സംഘത്തിന്റെ പരാതിയിൽ തീരുമാനമെടുക്കാൻ ജില്ലാ കലക്ടർ സബ് കളക്ടറെ ഏൽപ്പിക്കുകയായിരുന്നു. തുടർന്ന് ബസ് ഉടമ സംഘവുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് പുതിയ പരിഷ്കാരം. പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരാഴ്ച പുതിയ രീതിയിൽ സർവീസ് നടത്തിയ ശേഷം കലക്ടറുടെ തീരുമാനപ്രകാരം നഗരഗതാഗത സംവിധാനം ചെയ്യാനാണ് പദ്ധതി. അതേസമയം യോഗ തീരുമാനത്തിനെതിരെ പ്രതിഷേധവുമായി നഗരസഭ രംഗത്തെത്തി. ട്രാഫിക് ഉപദേശക സമിതിയെ മറികടന്നെടുത്ത തീരുമാനത്തിന്റെ ഉത്തരവാദിത്തം സബ് കളക്ടർ അടക്കമുള്ളവർക്കായിരിക്കുമെന്ന് നഗരസഭ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. നിരവധി പഠനങ്ങൾക്കൊടുവിലാണ് നിലവിലെ ഗതാഗത ക്രമീകരണങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ളതെന്നും പുതിയ ഗതാഗത പരിഷ്കാരം നടപ്പിലാക്കുന്നതിലൂടെ നഗരത്തിലുണ്ടാവുന്ന ഗതാഗത കുരുക്കിന് ഉത്തരവാദികളാകില്ലെന്നാണ് നഗരസഭയുടെ മുന്നറിയിപ്പ്. കോഴിക്കോട് വെച്ച് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ലോഗോ ക്ഷണിച്ചു. കോഴിക്കോടിന്റെ കലാ സാംസ്കാരിക പാരമ്പര്യം പ്രതിഫലിപ്പിക്കുന്നതായിരിക്കണം ലോഗോ. 2015 ജനുവരി 15 മുതൽ 21 വരെ കോഴിക്കോട് വെച്ചാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്നത്. കലോത്സവത്തിന്റെ വേദികൾ അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനായി ലോഗോ ക്ഷണിച്ചു. കലോത്സവം നടക്കുന്ന കോഴിക്കോട് നഗരത്തിന്റെ കലാ സാംസ്കാരികവും ചരിത്രപരമായ പാരമ്പര്യം പ്രതിഫലിക്കുന്നതായിരിക്കണം ലോഗോ. അപേക്ഷകർ തയ്യാറാക്കിയ ലോഗോ ഡിസംബർ 2 ലഭിക്കത്തക്ക വിധം യൂസഫ് കോറോത്ത്, പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ, സംസ്ഥാന സ്കൂൾ കലോത്സവം, വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം, കോഴിക്കോട് എന്ന വിലാസത്തിൽ CD-യിലാക്കി അയക്കണം. കൂടുതൽ വിവരങ്ങൾ അറിയാൻ 9447446749 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Get the skills, get the job. Arena Animation. Learn from the leader.
ദേശീയ ആദിവാസി കലോത്സവത്തിന് നിലമ്പൂർ ആതിഥേയത്വം വഹിക്കാൻ തയ്യാറായി. ഈ മാസം 28 മുതൽ 30 വരെ ദേശീയ ആദിവാസി കലോത്സവം നിലമ്പൂരിൽ വെച്ച് നടക്കും. കേരള ഫോക്ലോർ അക്കാദമിയുടെയും തഞ്ചാവൂർ സൗത്ത് സോൺ കൾച്ചറൽ സെന്ററിന്റെയും ആഭിമുഖ്യത്തിൽ നിലമ്പൂർ നഗരസഭയുടെ സഹകരണത്തോടെയാണ് ദേശീയ ആദിവാസി കലോത്സവം നിലമ്പൂരിൽ നടക്കുന്നത്. നവംബർ 28, 29, 30 തീയതികളിലായിട്ടാണ് ആദിവാസി കലോത്സവം നിലമ്പൂരിൽ നടക്കുന്നത്. ഇതാദ്യമായിട്ടാണ് ദേശീയ ആദിവാസി കലോത്സവം നിലമ്പൂരിൽ എത്തുന്നത്. കലോത്സവത്തിനോടനുബന്ധിച്ച് 28-ന് വൈകിട്ട് 5-ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മലപ്പുറം ജില്ലാ കളക്ടർ കെ ബിജു ഉദ്ഘാടനം ചെയ്യും. പി കെ ബഷീർ MLA അധ്യക്ഷനാകുന്ന ചടങ്ങിൽ പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തും. 29-ന് വൈകിട്ട് ടൂറിസം വകുപ്പ് മന്ത്രി AP അനിൽകുമാർ മേള ഉദ്ഘാടനം ചെയ്യും. 30-ന് നടക്കുന്ന സമാപന സമ്മേളനം കവി ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഇരുള നൃത്തം, ഗുസാടി നൃത്തം, മംഗലം കളി, മുളഞ്ചണ്ട, കർമ്മ നൃത്തം, പളിയ നൃത്തം, മലപ്പുലയാട്ടം തുടങ്ങിയ ആദിവാസി കലാരൂപങ്ങൾ മേളയുടെ ഭാഗമായി അവതരിപ്പിക്കും. പെരിന്തൽമണ്ണ നഗരസഭ നടപ്പാക്കുന്ന അതിജീവനം പദ്ധതിയുടെ ഭാഗമായി രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. നഗരസഭാ പരിധിയിലെ ഭിന്നശേഷിയുള്ള കുട്ടികളെ കണ്ടെത്തി പ്രത്യേക പരിചരണവും തുടർ ചികിത്സയും നൽകുന്ന പദ്ധതിയാണ് അതിജീവനം. പദ്ധതിയുടെ ഭാഗമായി കുട്ടികളിലെ പ്രശ്നങ്ങൾ വേർതിരിച്ചറിയുന്നതിനായി അവലോകന യോഗവും കുട്ടികളുടെ രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ ക്യാമ്പും സംഘടിപ്പിച്ചു. നഗരസഭാ ടൗൺ ഹാളിൽ നടന്ന പരിപാടി ചെയർപേഴ്സൺ നിഷി അനിൽരാജ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വിദ്യാർത്ഥികളുടെ ഇടയിൽ ഇവിടെ നമുക്കറിയാം, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പല കുട്ടികളും വിദ്യാലയങ്ങളിൽ പോകുന്ന കുട്ടികളാണ്. അവർക്ക് വേണ്ടുന്നത്ര രീതിയിൽ അല്ലെങ്കിൽ ശരിയായ അവരുടെ രീതിയിലേക്കുള്ള ഒരു പരിചരണം അവർക്ക് ആവശ്യമാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി പോകേണ്ട കാര്യമാണ്. M മുഹമ്മദ് സലീം അധ്യക്ഷത വഹിച്ചു. MK ശ്രീധരൻ, KC മൊയ്തീൻകുട്ടി, T സരോജിനി, പച്ചേരി ഫാറൂഖ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ബോധവൽക്കരണ ക്ലാസുകൾക്ക് M ബാനസീറ മുഹമ്മദ്, V ശശി എന്നിവർ നേതൃത്വം നൽകി. കുട്ടികൾക്കായുള്ള SSA പദ്ധതികളെക്കുറിച്ച് M സീത വിശദീകരിച്ചു. CP ബുഷറ, K സലീം എന്നിവർ നേതൃത്വം നൽകി. അങ്ങാടിപ്പുറം പാലക്കോട് ശിവക്ഷേത്രത്തിലെ അഖണ്ഡനാമ യജ്ഞം ബുധനാഴ്ച നടന്നു. നിരവധി പേരാണ് അഖണ്ഡനാമ യജ്ഞത്തിൽ പങ്കെടുക്കാനായി ക്ഷേത്രത്തിലെത്തിയത്. അങ്ങാടിപ്പുറം വലമ്പൂർ പാലക്കോട് ക്ഷേത്രത്തിലെ അഖണ്ഡനാമയജ്ഞം ബുധനാഴ്ച ഭക്തി നിർമ്മരമായി ആഘോഷിച്ചു. ബുധനാഴ്ച ഉദയം മുതൽ വ്യാഴാഴ്ച ഉദയം വരെ നടക്കുന്ന അഖണ്ഡനാമയജ്ഞത്തിന് നിരവധി പേരാണ് ക്ഷേത്രത്തിൽ എത്തിയത്. തന്ത്രി കിഴക്കുംപാട്ട് ഇല്ലത്ത് വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെയും മേൽശാന്തി കുന്നപ്പുഴി മനക്കിൽ ദീപു നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. വളരെ അച്ചടക്കത്തോടുകൂടി സമാധാനപരമായിട്ട് അയ്യപ്പസ്വാമിയുടെ മൂലമന്ത്രമാണ് പാടുന്നത്. അതുകൊണ്ട് കിട്ടുന്ന ഗുണം ആ പരിസരവാസികൾക്കും ക്ഷേത്രത്തിനും ഈ മന്ത്രം ജപിക്കുന്ന സ്വാമിമാർക്കും അതിൽ ഉൾക്കൊണ്ട് കേൾക്കുന്ന ജനങ്ങൾക്കും കൂടി വളരെയധികം നല്ല നന്മ വരും. അതിന് യാതൊരു സംശയമല്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പക്ഷിപ്പനിക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് വിദഗ്ധർ. പെരിന്തൽമണ്ണയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഗതാഗത പരിഷ്കരണം, എതിർപ്പുമായി നഗരസഭ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ലോഗോ ക്ഷണിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.